പറയുന്നു സുഖാണോ? അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണ്? മാഞ്ചസ്റ്റർ ക്രിസ്മസ് മാർക്കറ്റിലാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന്. കുറെ നാളെ വീഡിയോ ഇട്ടിട്ട് ഇന്നെങ്കിലും പുറത്ത് വരുമായിരിക്കും. കുറെ വീഡിയോസ് പുറത്ത് വരാറുണ്ട്. പുതിയ പുതിയ കുറച്ച് കണക്ഷൻ കിട്ടിയ പിന്നെ വേറെ വെച്ചിട്ട് പോകാം. നമ്മൾ കയറി വരുന്നത് ആൽബർട്ട് സ്ക്വയർ ആണ്, മാഞ്ചസ്റ്ററിലെ. അതെ, ഞാൻ കണ്ട് ഞാൻ മാഞ്ചസ്റ്റർ ഞാൻ മാഞ്ചസ്റ്റർ നന്നായിട്ടുണ്ട്. ഒരു സെറ്റ് അടുത്ത കോട്ടയൊക്കെ ഉണ്ട്. ഹായ്, ഞങ്ങൾ ഇതാ മുകളിലോട്ട് പോവുകയാണ് ഗൈസ്. ഞാൻ കുറെ നാളെ ജെയിനിലൊക്കെ കയറുന്ന തന്നെ ഗൈസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഓൾമോസ്റ്റ് നല്ലൊരു ഭാഗം കാണാൻ തോന്നുന്നത്. എനിക്ക് മാഞ്ചസ്റ്റർ വലിയ പരിചയമില്ല, ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടണല്ലേ. ഇഷ്ടപ്പെട്ടോ? എലി പേടിച്ചു തൂരി, അതുകൊണ്ട് കരയുമായിരുന്നു കേറണ്ടെന്ന് പറഞ്ഞത്. വാ, അവർക്ക് ഇഷ്ടപ്പെട്ടത്. അവരെ കണ്ടില്ല, അവരെ മാത്രം കാണല്ലേ. ഇവരൊക്കെ ഇപ്പൊ കാണാം. ആ, ഇതായിരിക്കും മാത്തൊക്കെ. പക്ഷെ ഈ ജൈൻ വീലല്ലേ ചില ജൈൻ വീൽ പിള്ളേർ കയറുന്നില്ല. ഇതിന് പേടി തോന്നുന്നില്ല. ഞാൻ എല്ലാം പിക്കപ്പ് വിളിക്കുവോ? ഇത് കേറാൻ വേണ്ടി എന്താ ഡയലോഗായിരുന്നു. നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലെ ജൈൻ വീലിൽ നിന്ന് ഇറങ്ങി പിള്ളേരെ നിർത്തി ഫോട്ടോ എടുക്കാൻ പോവാ. പിള്ളേരെ കൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. കുറെ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതാണ് ഞങ്ങൾ എടുത്ത ഫോട്ടോ. ഗൈസ്, കുറെ നാളെ വീഡിയോ എടുത്തിട്ട് അല്ലേ, ആ ടച്ച് അങ്ങ് വിട്ടുപോയി. ഞങ്ങള് പറ്റുന്ന പോലെ ഒപ്പിക്കാം. അടുത്ത വീഡിയോ സെറ്റ് ആവായിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റാ അല്ലേ? വലിയ പാടത്. പക്ഷെ അത് മറ്റേ ബിസ്ക്കറ്റും ഇതൊക്കെ വെച്ച് ആൾക്കാർ കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഭയങ്കര ആൽബർട്ട് ബാർബിക്യൂ. ഞാൻ വിചാരിച്ച കടകളൊന്നും കാണുന്നില്ലല്ലോ. ആ, മേടിക്കും അങ്ങോട്ട്. എലി എന്നെടുക്കുവാ? എലി നടക്കുമല്ലേ? ഹലോ ഗൈസ്, എലി എന്നെടുക്ക് വേണം കേട്ടോ. ഇറ്റ്സ് ടു ഹോട്ട് എലി. ലാസ്റ്റത്തെ നമുക്ക് അങ്ങനെ കഴിക്കാനുണ്ട്. എങ്ങനെയുണ്ട്? അവിടെ കൊടുക്ക്. ജീപ്പിൾക്കാർക്ക് കൊടുക്ക്. അപ്പൊ എമ്മിയാണോ? യു വാണ്ട് മോർ? സ്വാമി ചേച്ചി ഇവിടെ കൊടുക്ക്. എമ്മി നമ്മൾ ചെറുതായിട്ടുള്ള ഫുഡ് അടി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം അതാണല്ലോ, ഫുഡ് വിത്ത് ഡ്രിങ്ക്. ആണോ? മാഷ്മലോ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പാപ്പി
അപ്പൊ മൈ ചുണ്ടി സ്റ്റോ സ്റ്റിക്കി. ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ ചുണ്ടാണ്. ചുണ്ടിന് ഇംഗ്ലീഷ് കിട്ടില്ലല്ലോ പുള്ളിക്കാരി. ചുണ്ടി സ്റ്റോ സ്റ്റിക്കി. നിങ്ങൾ എവിടെയാ കയറിയിരിക്കണേ? നിങ്ങൾ എന്നാട്ടെ കയറിയിരിക്കുവാ? ചാന്തയുടെ വണ്ടിയിലാണോ? വാ അബ്രു എമ്മി. ബേബി വന്നിരിക്കുന്നു. അടുത്ത ബേബി വന്നിരിക്കുന്നു. ബേബി നമ്പർ 2. യോർക്ക്ഷയർ പുഡിംഗ് റാപ്പ് ഉണ്ട്. ഇത് അത്യാവശ്യം ഫേമസ് ആയ മാഞ്ചസ്റ്ററിലെ ഒരു ക്രംബിൾ ഷോപ്പാണ്. ഹിയർ നമ്മളവിടുന്ന് ക്രംബിൾസ് എടുക്കുകയാണ് ഗൈസ്. ക്രംബിൾസ് ക്രിസ്മസ് സ്പെഷ്യൽ. ക്രിസ്മസ് മാർക്കറ്റിലെ മെയിൻ സാധനമാണ് ആപ്പിൾ ക്രംബിൾസ്. ആപ്പിൾ അല്ല, ക്രംബിൾസ്. ഇത് വിന്റർ ബെറീസ് ക്രംബിൾസ് ആണ്. നല്ല ചൂടായിരിക്കേ. വാ കയറാം. നീ ഹോഴ്സ് കേട്ടില്ലേ? പക്ഷെ ഇത് ലീഡ്സ് വെച്ചോക്കുമ്പോ ഇച്ചിരി ചെറുതായിട്ട് തോന്നണം. പക്ഷെ ഇതിന് പല ഭാഗത്തായിട്ടാണ് തോന്നുന്നു ഇത് കിടക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് പിള്ളേരെ കൂടെ. ഏലിമാർത്ത കയറി. ഏലിമാർത്തക്ക് പേടിയാന്ന് പറഞ്ഞേ. ഏലിമാർക്ക് എല്ലാത്തിനും പേടിയാ. റിയാമ പേടിച്ചിരിക്കും കേട്ടോ. റിയാമ മിണ്ടുന്നില്ലല്ലോ. ഹായ്. ഇറങ്ങിയല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? കടകളെ കറച്ചു തുടങ്ങി തോന്നുന്നു. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി വരാൻ. കാരണം മഴ കാരണം ഞങ്ങൾ നോക്കി നിന്നു, മഴ മാറുമോ എന്ന്. പക്ഷെ എന്നാണ് മഴ മാറി കിട്ടിട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ മാഞ്ചസ്റ്റർ ക്രിസ്മസ് മാർക്കറ്റ് വരുന്നത് തന്നെ. പക്ഷേ നമ്മൾ വന്നപ്പോൾ ലേറ്റായി പോവുകയും ചെയ്തു. മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ വരുന്നത് കുറച്ചും കൂടെ നേരത്തെ വരിക. ഞങ്ങൾ ഏകദേശം ക്ലോസിങ് ടൈമിനോട് അടുത്ത് വന്നതുകൊണ്ട് ഇവിടെ എല്ലാം ഷോപ്പുകളൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയായിരുന്നു. പക്ഷേ ഈ ക്രിസ്മസ് ടൈമിൽ ഇതൊരു ഫണ്ണാണ്. ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് എന്തായാലും. ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ സ്പെഷ്യലായ ഹോട്ട് ഡോഗ്സ് വാങ്ങാൻ വന്നത്. എന്താണ് വാങ്ങുന്നത്? ഹോട്ട് ഡോഗ്. നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിൽ ഇറങ്ങി. നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. ഇത് വീഡിയോ കുറയാൻ കാരണം ഞങ്ങള് ആ നിന്നിടത്തുനിന്ന് അനങ്ങുന്നില്ല. ഇത്രയും പേരുണ്ട്, നിന്നിടത്തുനിന്ന് അനങ്ങുന്നില്ല. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് കഴിച്ചോണ്ടിരിക്കുക. വേറെ കാണാൻ സമയം കിട്ടുന്നില്ല. അതാണ് വിഷയം. നമ്മളിപ്പോൾ എന്തിനാ വന്നത് ഞാൻ ആലോചിക്കുന്നുണ്ട്. തിന്നാൻ വേണ്ടി വന്ന പോലെ ഉണ്ട്. പ്രൈസൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്കതാ ആറിന് വേറെ ടീമാണെ ഹോട്ട് ഡോഗ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വീട്ടിലെ ഹോട്ട് ഡോഗ് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ കയറ്റില്ല പറഞ്ഞ് ഈ പുള്ളിക്കാർ നടക്കണേ. ഞങ്ങൾ മാഞ്ചസ്റ്ററിന്റെ പാതയോരങ്ങളിലൂടെ വിജനമായ വഴികളിലൂടെയല്ല, ഇഷ്ടംപോലെ ആളുകളുള്ള വഴിയിലൂടെ ഞങ്ങൾ നടന്ന് അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. എല്ലാരും ഇവിടെ എണ്ണുകയാണ്. 1 2 3 4 5 6 7. എവനുണ്ടോ? അല്ല 5 ഉള്ളൂ. എന്നിട്ട് നീ വെല്ലം കഴിയാ. ഇവൻ ഈ ചെറുക്കൻ വെല്ലം കൊടുക്കോട്ടെ. ഇവൻ പട്ടിണിയാന്ന് പറഞ്ഞു നേരം പറഞ്ഞോട്ട്. ഞങ്ങൾ ലേറ്റ് ആയി പോയി. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിൽ വന്നപ്പോൾ ഇവിടുത്തെ കടകളൊക്കെ ക്ലോസ് ആയി. അപ്പോൾ വരുന്നവർ ഒരു 5 മണിക്കെങ്കിലും ഇവിടെ വരേണ്ടതാണ്. ഞങ്ങൾ കുറച്ചധികം ലേറ്റായി.
അവസാനത്തെ ലൊക്കേഷനിലെത്തി. ഷോപ്പ് അടച്ച്, കട അടച്ചു ഗൈസ്, എല്ലാ കട അടച്ച്. അവസാനത്തെ കടയിൽ എന്തോ ഉണ്ട്, അത് മേടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഐഷു തപ്പി വന്ന് അവസാനം കിട്ടി, കട കിട്ടി. ഞാനിപ്പോ നമ്മൾ എന്തിനാ വന്നതെന്ന് അറിയോ? തിന്നാൻ വേണ്ടി മാത്രം. ഇവള് വിഷയമാണ്, അവള് കല്യാണത്തിന് ഫുഡ് ഇട്ടില്ല പറഞ്ഞ അടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അവളെ ഫുഡ് മാറ്റി വെക്കാൻ പറഞ്ഞു കല്യാണത്തിന്. അപ്പൊ നമ്മുടെ ബാക്കി നിൽക്കുന്നതാണ് ശരിക്കുള്ള മാഞ്ചസ്റ്റർ ക്രിസ്മസ് മാർക്കറ്റ്. അല്ല, മറ്റൊന്നും മെയിൻ സ്ഥലമാണ്. ഇതാണ് എൻട്രി, ഇവിടെ നിന്നാണ് തുടങ്ങണേ. അപ്പൊ അതെ, നമ്മൾ ഈ ചെറിയ മിനി കുട്ടി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.